ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളുടെ ടാലൻ്റ് അക്വിസിഷൻ എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു അവയർനെസ്സിന് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ്. ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അട്രാക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഡെവലപ്മെൻറ്റ്, എൻഗേജ്മെൻറ്റ്, റിട്ടൻഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അവരെ കണ്ടെത്തുക, അവരെ വീണ്ടും ഡെവലപ്പ് ചെയ്യുക, അവരെ നന്നായിട്ട് കൊണ്ടുവന്നാൽ പോരാ, അവരെ നന്നായി ആക്റ്റീവ്ലി എൻഗേജ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ടാലൻറ്റ് മാനേജ്മെൻറ്റ്. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് എൻഗേജ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുന്ന അതാണ് റിട്ടൻഷൻ. അങ്ങനെ ഉള്ളൊരു പ്രോസസ്സാണ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഫോക്കസസ് ഓൺ എൻഷുറിങ് ദ ഓർഗനൈസേഷൻ ഹാവ് റൈറ്റ് പീപ്പിൾ ടു മീറ്റ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ബിസിനസ് നീഡ്സ്. നമുക്ക് കമ്പനിയിലേക്കോ ഓർഗനൈസേഷനിലേക്കോ ബിസിനസ്സിലേക്കോ ഫ്യൂച്ചറിലേക്കും കറണ്ടിലേക്കും ആവശ്യമായ റൈറ്റ് പീപ്പിൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട ഒരു ചുമതല ആർക്കുണ്ട്, ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ 3 ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ടാലൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 3 പ്രിൻസിപ്പിൾ, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൽ 3 ഒന്നാമത്തെ, പീപ്പിൾ ആർ കീ അസറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. പീപ്പിളാണ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ കീ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ്. ദർ മസ്റ്റ് ബി അലൈൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ. നമ്മൾ സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനൊപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, എംപ്ലോയീസിൻ്റെ ഗോൾസും അച്ചീവ് ചെയ്യണം. അത് തമ്മിലൊരു ബാലൻസ് ഉണ്ടാവണം. അടുത്ത പോയിന്റ്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരിക്കൽ ഒരു ട്രെയിനിങ്ങോ ഡെവലപ്മെൻറ്റോ നടത്തി അവസാനിപ്പിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അത് നടത്തിക്കൊണ്ട് പോകണം കേട്ടോ. ദെൻ മൂന്നാമത്തെ, വാട്ട് ആർ ദ കീ കമ്പോണൻസ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ടാലൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കമ്പോണൻസ്, ഒന്ന് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനാണ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരെ ബന്ധപ്പെട്ട് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനാണ് സെലക്ഷൻ എന്ന് പറയുക. അതായത് കറക്റ്റായ ആൾക്കാരെ, സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെർച്ച് ചെയ്യുക, എന്നിട്ട് അവരെ സെലക്ട് ചെയ്യുക. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക. പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അവരെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരാ, അവരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പെർഫോമൻസിനെ മാനേജ് ചെയ്യണം, നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ നല്ല എംപ്ലോയീസ് ഒരു പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ബ്ലാങ്ക് ആയിട്ടിരിക്കാൻ പറ്റില്ല. അവർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷന് നമ്മൾ ബാച്ചിനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അടുത്ത് ഇവർ പോയാലും നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അതിനാണ് സക്സഷൻ. കറണ്ട് എംപ്ലോയീസ് എന്താ പറയുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എക്സ്പേർട്ടുകൾ പോയാലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ബാക്കപ്പായിട്ട് നമ്മൾ വേറൊരു സെക്ഷനെ കൊണ്ടുനടക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് സക്സഷൻ പ്ലാനിങ്. ദെൻ റിട്ടൻഷൻ സ്ട്രാറ്റജീസ്, അവരെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കുറേ സ്ട്രാറ്റജീസ്. കറണ്ട് എക്സ്പേർട്സ് അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിന് അവരെ റിട്ടൈൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് എനി 3 ഫോക്കസ് ഏരിയാസ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ടാലൻറ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 3 ഏരിയാസാണ്. ഐഡൻറ്റിഫൈങ് ഹൈ പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും നമുക്ക് ഡെവലപ്പ് ചെയ്താൽ അത്രയും ഏബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ, എല്ലാ കാര്യത്തിലും എംപ്ലോയീസിനെ നമ്മൾ എൻഗേജ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ അവരെ ഒന്നിലേക്കും കൈകടത്താത്ത അവസ്ഥയല്ല, എല്ലാത്തിലേക്കും എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്ത് അവരെയും കൂടി അതിൻ്റെ പാർട്ടാന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ അടുത്ത്, റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റിന് 3 ഒബ്ജക്റ്റീവ്സ് ആണ്. ടു അട്രാക്ട് ആൻഡ് റിട്ടൈൻ സ്കിൽഡ് എംപ്ലോയീസ്, അട്രാക്ട് ചെയ്യുക, റിട്ടൈൻ ചെയ്യുക സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ. ടു ബിൽഡ് ഹൈ പെർഫോമിംഗ് വർക്ക് ഫോഴ്സ്, അവരെ അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാരെ എന്ത് ചെയ്യണം, ഹൈ പെർഫോമിങ്, നമ്മൾ പറഞ്ഞ ഇൻവോൾവ്മെൻറ്റും മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരെ ഹൈ പെർഫോമിംഗ് വർക്ക് ഫോഴ്സാക്കി മാറ്റുക. ഹൈ ഓർഗനൈസേഷണൽ കണ്ടിന്യൂറ്റി, എൻഷുർ ഓർഗനൈസേഷണൽ കണ്ടിന്യൂറ്റി ത്രൂ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്കസ് ഏരിയാസിൽ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ആൾക്കാരുടെ ഇടയിൽ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ഇല്ലാത്ത ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂറ്റി ഉറപ്പാക്കുക.
ദെൻ ലിസ്റ്റ് എനി 3 ഇമ്പോർട്ടൻസ് പോയിന്റ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻസിൻ്റെ ഇതാണ്. ഇംപ്രൂവ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി, എൻഗേജ്മെൻറ്റ് കൂട്ടും. ബിൽഡ് എ പൈപ്പ് ലൈൻ ഓഫ് ഫ്യൂച്ചർ ലീഡേഴ്സ്. കുറച്ച് ആൾക്കാർ പോയാലും പിന്നെ ഒരു പൈപ്പ് ലൈൻ നമുക്ക് ബാക്കപ്പ് ഉണ്ടാക്കുക. എൻഹാൻസസ് ഓർഗനൈസേഷണൽ കോമ്പറ്റീവ്നെസ് ആൻഡ് ഇന്നോവേഷൻ. ഓർഗനൈസേഷനിൽ മറ്റുള്ളവരായിട്ട് അവർ തമ്മിലും ഒരു മൈൻഡ് ഉണ്ടാക്കുക, അതായത് ഹെൽത്തി ആയിട്ടുള്ളത്, എല്ലാവരും തമ്മിൽ വർക്ക് ചെയ്യാം, അടിപിടിച്ചിരിക്കാതെ അത് ചെയ്യണം അങ്ങനെയുള്ള പെർഫോമൻസ് കൂട്ടാനുള്ളത്. അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ദെൻ വാട്ട് ആർ ദ 3 സ്റ്റേജസ് ഇൻ ഇവല്യൂഷൻ ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റിന് 3. അതായത് ഒരു കാര്യം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരില്ല, കുറേ സ്റ്റേജസുകൾ കടന്നിട്ട് വന്നതാണ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടമാണ്. അത് പേഴ്സണൽ മാനേജ്മെൻറ്റ്. അന്ന് ഹ്യൂമൻ ബീയിങ്സിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, ജസ്റ്റ് ഒരു ജോലിക്കാർ മാത്രം, അവരെ നമ്മൾ നന്നായി സൂപ്പർവൈസ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുള്ള ലെവലിലാണ് കണ്ടിരുന്നത്. പിന്നീട് 80s തൊട്ട് 90s വരെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ലെവലിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ലെവലിലേക്ക് വന്നു. വെറുതെ ഒരു ആൾക്കാർ ജോലിക്കാർ എന്നുള്ള ലെവലിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ലെവലിലേക്ക് വന്നു. ദെൻ 2000-ത്തിന് ശേഷം പ്രസൻ്റ്ലി ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ്. അത് കുറച്ചും കൂടി എന്താ പറയുക, ഇലാബറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച്, കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഫോക്കസ്ഡ് ആയിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്നത്തെ ടാലൻറ്റ് മാനേജ്മെൻറ്റ് കേട്ടോ. ഓക്കെ. ദെൻ 8 പോയിന്റ് റൈറ്റ് എനി 3 റോൾസ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന്. റോൾ ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 3 പോയിൻറ്റ്സ്. അലൈൻ എംപ്ലോയി സ്കിൽ വിത്ത് ബിസിനസ് ഗോൾസ്. ബിസിനസ് ഗോൾസിനനുസരിച്ച് എംപ്ലോയീസിൻ്റെ സ്കില്ലും ബിസിനസ് ഗോൾസുമായിട്ട് ഒരേപോലെ അലൈൻ ചെയ്തുകൊണ്ട് പോവുക, ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക, ഒരേ നിരപ്പാക്കി കൊണ്ടുപോവുക. ബിൽഡ്സ് ലീഡർഷിപ്പ് പൈപ്പ് ലൈൻ ഫോർ കീ പൊസിഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീ പൊസിഷനാണ്. കീ ആയിട്ടുള്ള ഒരാൾ ഇല്ലാണ്ടാകുമ്പോഴാണ് കൂടുതൽ ബാധിക്കുക. അപ്പോൾ അതുണ്ടാക്കുക. എൻഹാൻസസ് ഇന്നോവേഷൻ ആൻഡ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഇന്നോവേഷൻസ് കൊണ്ടുവരിക. എപ്പോഴും പഴയത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിമാൻഡ് ഇല്ലാതെ അങ്ങനെ കാര്യങ്ങൾ വരും. അതുപോലെ നമ്മൾ ലോങ് ടേം വിഷൻ ഉണ്ടായിരിക്കണം. കുറേ കാലം 5 വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ആവണം, അങ്ങനെ നമ്മൾ പറയും, ദൂരത്തേക്ക് നോക്കിയാലാണ് നമുക്ക് അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇന്നോവേഷനും ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത് 9ാമത്തെ പോയിൻ്റാണ്, 9ാമത്തെ ക്വസ്റ്റ്യനാണ്. മെൻഷൻ ഇനി 3 കറണ്ട് ട്രെൻഡ്സ് ഇൻ ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടാലൻറ്റ് മാനേജ്മെൻറ്റിൽ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സാണ്. ഒന്ന്, നമ്മളെല്ലായിടത്തും പറയണ പോലെ AI-ൻ്റെ യൂസ്, ഡാറ്റ അനലറ്റിക്സ് ഇൻ HR ഡിസിഷൻ മേക്കിങ്ങിൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്, എന്താ പറയുക, മേഖലയാണ്. ദെൻ ഫോക്കസ് ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അതായത് നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഫീലിങ്സ്, കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ളതാണ്. അവരുടെ ആ വെറൈറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിലേക്ക് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ പറയും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള, ഇങ്ങനെ വാസ്റ്റായിട്ട് പലതരത്തിലുള്ള ആൾക്കാരുടെ സ്കില്ലുകൾ നമ്മൾ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലായിട്ട് മാറും. അതാണ് ഇൻക്ലൂഷൻ. ദെൻ എംഫസൈസസ് ഓൺ എംപ്ലോയി എക്സ്പീരിയൻസ് ആൻഡ് വെൽബീയിങ്. എംപ്ലോയീസിൻ്റെ എക്സ്പീരിയൻസിനും വെൽബീയിങ്ങിനും ഒക്കെ ഫോക്കസ് കൊടുക്കണം. ദെൻ 10th ക്വസ്റ്റ്യൻ. ഗീവ് എനി 3 സ്റ്റെപ്സ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി. ടാലൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിയും ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള 3 സ്റ്റെപ്പാണ് പറയണത്. ഒന്ന്, അലൈൻ ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് വിത്ത് സ്ട്രാറ്റജിക് ബിസിനസ് ഗോൾസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് ഗോൾസുമായിട്ട് ഒരുമിച്ച് പോകേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് കൊണ്ടുപോകണം. ദെൻ ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ റോൾസ് ലിങ്ക്ഡ് ടു ബിസിനസ് സക്സസ്. ബിസിനസ്സിൻ്റെ സക്സസ്സിനുള്ള ക്രിട്ടിക്കൽ റോൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്താ ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ദെൻ യൂസ് അനലറ്റിക്സ് ടു മെഷർ ആൻഡ് ഇംപ്രൂവ് ടാലൻറ്റ് പെർഫോമൻസ്. നമ്മൾ ഓരോരുത്തരുടെ ടാലൻറ്റും നമ്മളെപ്പോഴും അനലൈസ് ചെയ്യണം, അത് മെഷർ ചെയ്യണം. എന്നിട്ട് അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ എംപ്ലോയീസിൻ്റെ ടാലൻറ്റ് കൂടി വന്നാൽ നമ്മൾ ഓർഗനൈസേഷനിൽ നല്ല വർക്കിംഗ് ഉണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്താൽ ആ ഇഷ്യൂസ് കാണും, ആ ഇഷ്യൂസ് കണ്ടെത്തി നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ 10 ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കുക. അതിന് ശേഷം ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ബാക്കിയുള്ള essay ക്വസ്റ്റ്യൻസിൻ്റെ ഇതിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇടികൂടുന്നത് ഒക്കെ കൂടിയായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുണ്ടാകും വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.